മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംനാ വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ ലം യദുർറഹു ഉമ്മുസ്ബിയാൻ. ഒരാൾക്കൊരു കുട്ടി ജനിച്ചു, വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്താൽ ലം യദുർറഹു ഉമ്മുസ്ബിയാൻ, അപസ്മാര രോഗം എന്ന രോഗം അവന് പിടികൂടുകയില്ല. അപസ്മാരം പിടികൂടാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ താളം ശരിയാവണം. ഹൃദയത്തിൻ്റെ താളം ബാങ്കിൻ്റെ താളാണ്. നമ്മൾ ജനിച്ചു വന്നപ്പോൾ വലത്തെ ചെവിയിൽ കൊടുത്ത ബാങ്ക് മുഴുവനായും കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ ഇന്ന് ഇഷാൻ്റെ ബാങ്ക് പോലും മുഴുവനായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും പാലിക്കണം. ഒന്ന്, കാമിലായ വുളൂ ചെയ്യണം. രണ്ട്, ബാങ്ക് മുഴുവനായും കേൾക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുള്ളൂ. കാമിലായ വുളൂ ചെയ്യുക. ചില അറിവുകൾ നമ്മളെ പിറകോട്ട് കൊണ്ടുപോകും. വുളൂ ചെയ്യണ സമയത്ത് മുങ്കൈ കഴുകൽ സുന്നത്താണ്, വായിൽ വെള്ളം കുപ്പിക്കൽ സുന്നത്താണ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ് എന്ന അറിവുണ്ടാവുമ്പോൾ പലപ്പോഴും അത് ഒഴിവാക്കാൻ തോന്നുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ചെയ്യാൻ തോന്നുന്നല്ല. അതിപ്പോൾ സുന്നത്തല്ലുള്ളൂ, അത് വേണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ചില വിവരങ്ങൾ നമ്മളെ പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത്, മുമ്പിലേക്കല്ല. ഒരാൾക്ക് വിവരമുണ്ടാവേണ്ടത്, വിജ്ഞാനമുണ്ടാവേണ്ടത് മുമ്പിലേക്ക് പോവാനാണ്, പിന്നിലേക്ക് പോവാനല്ല. ആത്മാവിൻ്റെ സൗഖ്യത്തെയും സുഖത്തെയുമാണ് മനുഷ്യൻ്റെ സുഖം എന്ന് പറയുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരാൾ തൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ 120 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞേക്കുകയും ആ മലക്ക് മൂർദാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കഴിവാണ് മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത്. റൂഹിൻ്റെ ഒരു പ്രത്യേകത അത് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമെന്നതാണ്. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ 120ാമത്തെ ദിവസം പൂർത്തിയാകുന്ന സമയത്ത് മൂർദാവ് വഴിയായി ഹൃദയത്തിൽ വരുന്ന ഒരു സാധനം, അത് വരാനുള്ള വഴി ഒരുക്കുകയാണ്. കുട്ടികളുടെ മൂർദാവ് സോഫ്റ്റ് ആയിരിക്കുമെന്നത്. ചെറിയ കുട്ടിൻ്റെ മൂർദാവുക്ക് നോക്കിയാൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ആത്മാവ് വന്ന വഴിയാണ്, അതെപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. ഇനി മരിക്കാൻ പോണ സമയത്തും ഈ മൂർദാവ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിൽക്കൂടെ തന്നെയാണ് റൂഹ് തിരിച്ചു പോകുന്നതും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിക്ഷേപമായ റൂഹ് എന്ന് പറയുന്ന സാധനം മൂർദാവിലൂടെ വന്ന് ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ഹൃദയത്തിൽ നിന്ന് അത് തലയുടെ മുകൾ ഭാഗത്തേക്ക് 6 ഇഞ്ച് വരെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുകയും ശരീരത്തിൻ്റെ 7 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണക്ഷൻ നൽകുകയും അവിടെ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ആത്മാവിൽ നിന്നുള്ള ഒഴുക്കിനെയാണ് ജീവൻ, ഹയാത്ത് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത്. റൂഹും ഹയാത്തും ഒന്നല്ല, റൂഹും ഹയാത്തും വേറെയാണ്. റൂഹ് എന്ന് പറയുന്നതിന് ആത്മാവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് മാലാക മുഖേന മൂർദാവ് വഴി ഹൃദയത്തിൽ നിക്ഷേപിച്ച വസ്തുവാണ് റൂഹ്. ആ റൂഹിൽ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ ഫ്ലോയെയാണ് ഹയാത്ത് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം നടക്കൂല. ദുർജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം ചെയ്യപ്പെടും. ഹൃദയത്തിൽ നിന്ന് ആത്മാവിൻ്റെ വിതരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. നല്ല മനുഷ്യന്മാരുടെ ഹദറത്തിലേക്ക് അസ്രായീൽ അലൈഹിസ്സലാമും അനുയായികളും വരുന്നത് അസ്രായീൽ മുമ്പിലും അനുയായികൾ ബാക്കിലുമായിട്ടാണ്. കണ്ടാൽ വളരെ ആകർഷണീയമായ വസ്ത്രം ധരിച്ച് അത്തറ് പൂശി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ സയ്യിദുനാ അസ്രായീൽ അലൈഹിസ്സലാം വരും. അസ്സലാമു അലൈക്കും എന്ന് പറയും.
തലയുടെ ഭാഗത്ത് അസ്രായിൽ വന്നിരിക്കും. വിശേഷങ്ങൾ ചോദിച്ചറിയും. സ്വർഗത്തെക്കുറിച്ചും അതിലുള്ള നിഅമത്തുകളെക്കുറിച്ചും പറയുകയും സ്വർഗത്തിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫോട്ടോ സാധാരണ സ്റ്റിൽ ഫോട്ടോ അല്ല, വീഡിയോ ആണ്. കാരണം അതിലുള്ള നിയമത്തുകളും അതിലുള്ള വീടുകളൊക്കെ ഇങ്ങനെ വിശദീകരിക്കണമെങ്കിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആണ് ഇട്ട് കൊടുക്കുന്നത്. LCD പ്രൊജക്ടർ ഇട്ടിട്ട് സ്വർഗത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ കാണുന്ന 40 വീട് കൂടിയ ഒരു വീടില്ല, അത് അനക്കുള്ളതാണ്. അവിടെ ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കണ കാണാനല്ലേ, അതൊക്കെ ഈ ചെല്ലണത് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾക്കുള്ള നിഅമത്തുകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓൻ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കൂടെ വന്ന മലക്കുകൾ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ ഇങ്ങനെ ആരംഭിക്കും. അത് ഹൃദയത്തിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. മൂർധാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചതാണ് റൂഹ്. അവിടെ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ വിതരണം ഉണ്ടാവും. ആദ്യം വിതരണത്തെ തിരിച്ചെടുക്കും. വിതരണങ്ങളൊക്കെ ഇങ്ങനെ കൂടെയുള്ള മലക്കുകൾ തിരിച്ചെടുത്തിട്ട് ഹൃദയത്തിൽ വന്ന് വെച്ചതിന് ശേഷം ഹൃദയത്തിൽ നിന്ന് അതിനെ പുറത്തേക്കെടുക്കുക എന്ന ജോലിയാണ് അസ്രായിൽ അലൈഹിസ്സലാം ചെയ്യുന്നത്. ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ റൂഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും നമ്മുടെ റൂഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. മൂർധാവിലൂടെ റൂഹ് പുറത്തേക്ക് പോകുന്ന സമയത്ത് കണ്ണതിനെ പിന്തുടരും. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ മേപ്പെട്ട് നോക്കണതിൻ്റെ കാരണം. മൂർധാവ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ റൂഹിനെല്ലാവരും ഇങ്ങനെ നോക്കും. ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പും നമുക്കതിനെ കാണാൻ കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയത്തും റൂഹിനെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ദുർജനങ്ങളായ ആളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോൾ അസ്രായിൽ ബാക്കിലും കൂടെയുള്ള ആളുകൾ മുമ്പിലുമായിട്ടാണ് വരുന്നത്. കണ്ടാൽ പേടിയാകുന്ന രൂപത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വരികയും വളരെയധികം വിഷമകരമായ രൂപത്തിൽ അവർ പെരുമാറുകയും സംസാരിക്കുകയും മയമില്ലാത്ത സമീപനം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ള മലക്കുകൾ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് റൂഹിനെ തട്ടിപ്പറിക്കും. അസ്രായിൽ അലൈഹിസ്സലാം നരകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അവന് പറയും. അല്ലെങ്കിലോ ബേജാറാണ്. വീണ്ടും ബേജാറിലായിരിക്കുമ്പോൾ കൂടെയുള്ള മലക്കുകൾ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ വേദന കൊണ്ട് പുളയുന്നതാണ്. ചില വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഒരു മറ ഉണ്ടാവുന്നതാണ്. ആ മറ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സുഖകരമായി വിഷയങ്ങളെ മനസ്സിലാക്കാം. ഇപ്പൊ സമയത്തിനൊരു മറ ഉണ്ട്. സമയത്തിൻ്റെ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇന്ന് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, നാളെ എന്ന് പറയുന്ന കുറേ വിഷയമുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. നമ്മൾ പലരും നാട്ടിൽ നിന്ന് ദൂരരാജ്യങ്ങളിൽ നിന്ന് ക്യാമ്പസ് കോളിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇന്ന് ക്യാമ്പസ് കോളിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ക്യാമ്പസ് കോളിൻ്റെ പ്രധാനപ്പെട്ട പഠന ക്ലാസ്സുകളൊക്കെ നടക്കും. ഇന്നലെ, ഇന്ന്, നാളെ. ഈ മണിക്കൂർ, ഇതിൻ്റെ മുമ്പത്തെ മണിക്കൂർ, വരാനിരിക്കുന്ന മണിക്കൂർ, ഈ മിനിറ്റ്, ഇതിൻ്റെ മുമ്പത്തെ മിനിറ്റ്, വരാനിരിക്കുന്ന മിനിറ്റ്, കഴിഞ്ഞു പോയത്, നടന്നുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നത്. ഈ സെക്കൻഡ്, ഇതിൻ്റെ മുമ്പത്തെ സെക്കൻഡ്, വരാനിരിക്കുന്ന സെക്കൻഡ്. സമയത്തിൽ നിന്ന് ഏറ്റവും ചെറിയത് സെക്കൻഡായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ സെക്കൻഡിൻ്റെ താഴെയും സമയമുണ്ടല്ലോ. വലാ തകിൽനീ ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എൻ്റെ കാര്യം എന്നിലേക്ക് നീ കണ്ണിമ വെട്ടി നീക്കുന്ന സമയം പോലും ഏൽപ്പിക്കരുതേ. കണ്ണ് ഇമ വെട്ടി മീക്കുന്ന സമയത്തിന് നമ്മൾ ഒരു സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ് സമയം എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് ഈ ദുആന്റെ അർത്ഥം. വാസ്തവത്തിൽ അതിൻ്റെ താഴെയും സമയമുണ്ട്. അത്ര സമയം ഏൽപ്പിക്കാൻ പാടില്ല. ഒരു സെക്കൻഡിനെ 1,00,000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ്. അതിനെ വീണ്ടും 10,000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ സമയം 1 സെക്കൻഡാണ്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അതിൻ്റെ താഴെയും സമയമുണ്ട്. അങ്ങനെ വരുമ്പോൾ
ഇന്നലെ എന്ന് പറഞ്ഞതെല്ലാം ഇന്നായിരിക്കും, ഇന്ന് എന്ന് പറഞ്ഞതൊക്കെ നാളെ ആയിരിക്കും. ഇന്നലെയും ഇന്നും നാളും അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ ഒന്നായിരിക്കും. സമയത്തിൻ്റെ മറ തകർന്നാൽ ഇന്നലെ എന്ന് പറഞ്ഞൊരു സംഭവമല്ല, ഇന്ന് എന്ന് പറഞ്ഞൊരു സംഭവമല്ല, നാളെ എന്ന് പറയുന്നൊരു സംഭവമല്ല. ആത്മാവിൻ്റെ ചില തിരിച്ചറിയലുകളാണ് യഥാർത്ഥത്തിൽ ഇത്. ആത്മാവിന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദുഃഖവും സന്തോഷവും ഒരേ കാര്യമാണ്, രണ്ട് കാര്യമല്ല. ഒരു വിഷയം ഒരാൾക്ക് ദുഃഖമായി തോന്നും, അതേ വിഷയം മറ്റൊരാൾക്ക് സന്തോഷമായി തോന്നും. അപ്പം ഞാൻ ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ്, കാസർഗോഡ് പോയി വരികയാണ്. ഇനിയിപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ. എനിക്കിത് ഭയങ്കര വിഷമാണ്, പക്ഷെ നിങ്ങൾക്കിത് ഭയങ്കര സന്തോഷീകരം. ഒരേ വിഷയം ഒരാൾക്ക് സന്തോഷമാകുമ്പോൾ മറ്റു ചിലർക്ക് ദുഃഖമാണ്. അതേ വിഷയം തന്നെ ചിലർക്ക് ദുഃഖമാകുമ്പോൾ മറ്റു ചിലർക്ക് സന്തോഷമാണ്. അപ്പോൾ ദുഃഖവും സന്തോഷവും രണ്ടല്ല, അതൊന്നു തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ്. ഒരു വിഷയത്തെ ഞാൻ വിഷമമായി കാണുമ്പോൾ അത് വിഷമാകുന്നു, സന്തോഷമായി കാണുമ്പോൾ അത് സന്തോഷമായി കാണുന്നു. കോട്ടക്കലിൻ്റെ അടുത്ത് കൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വേങ്ങര കൂരിയാടല്ല, നമ്മളെ സമ്മേളനം നടന്നിരുന്ന കൂരിയാടല്ല, വേറെ കോട്ടക്കലിന് ഉള്ളിലേക്ക് പോയിട്ട് കൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ തേനു മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു. നമ്മുടെ ബഹാവുദ്ദീൻ സാഹിബിൻ്റെ വല്ലിപ്പയാണ് തേനു മുസ്ലിയാർ. ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു തേനു മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. തേനു മുസ്ലിയാർ എന്ന് പറഞ്ഞ ആൾ ഒരിക്കലും ഇങ്ങനെ തൻ്റെ കാലുമ്മ മുറി ഉണ്ടായിട്ട്, കാലുമ്മ ഉറുമ്പ് കയറിയപ്പോൾ കാലുമ്മ മുറി ഉണ്ടായിട്ട് അയിമ ഇങ്ങനെ ഉറുമ്പ് കയറി ഇങ്ങനെ തിന്നപ്പോൾ മൂപ്പര് അറിയാതെ ഒന്ന് കാലിങ്ങനെ കുടഞ്ഞു എന്നാണ്. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉറുമ്പിനെ പിടിച്ചിട്ട് ഇങ്ങടനെ ആക്കിയിട്ട് പറഞ്ഞത്രേ, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ അനക്ക് ഇവിടുന്ന് തിന്നാൻ കിട്ടുക, ഈ ഇവിടുന്ന് തന്നെ തിന്നോന്ന്. ഒരാൾക്ക് വിഷമമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സന്തോഷമാണ്. നമുക്ക് എങ്ങനെയാണോ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് ദുഃഖവും സന്തോഷവും. ദുഃഖവും സന്തോഷവും രണ്ടല്ല, അത് ഒന്നു തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് രണ്ട് വിഭാഗക്കാരാണ്, രണ്ട് കൂട്ടക്കാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഒന്ന് ഔലിയാക്കന്മാരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ ശൈത്താൻ്റെ ഔലിയാക്കന്മാരും ഉണ്ടാവും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഔലിയ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, ഔലിയ അള്ളാഹ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല, വലാഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനുമില്ല. ഔലിയാക്കന്മാരെ രണ്ട് പ്രത്യേകതയാണ്, ഒന്ന് പേടിയില്ല, രണ്ടാമത്തെ ടെൻഷനില്ല. ഈ രണ്ട് ഗുണവുമുള്ള വേറൊരു വിഭാഗം പിരാന്തന്മാരാണ്. യാതൊരു ടെൻഷനും ഇല്ല, ഒരു പേടിയില്ല. ഓൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷനാകുക എന്നല്ലാതെ ഓനൊരു ടെൻഷനും ഇല്ലല്ലോ. ഒന്നുകിൽ വലിയ ആവണം, അല്ലെങ്കിൽ പിരാന്തനാവണം. അതിന് രണ്ടിനും കൂടി ഇടപെട്ട സ്വീപ്പായ തന്നെ ഇക്കാരം. ഒന്നുകിൽ നല്ല ബുദ്ധിയുള്ള വലിയ ആവണം, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ കൂടണം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഈ പിരാന്തന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത്. വാസ്തവത്തിൽ ഒരു പിരാന്തനും സമ്മതിക്കൂല ഓന് പിരാന്ത് ഉണ്ട് എന്ന്. ഓൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുഖമുള്ളത് ഓനും പിരാന്ത് നമ്മക്ക് എല്ലാവർക്കും കഴിക്കാരം. ഓന് ഭയങ്കര സുഖമാണ്, വെറുതെ പന്തലൊക്കെ ഇട്ട് ട്യൂബൊക്കെ കെട്ടിയിട്ട് കുറേ പിരാന്തന്മാർ അവിടെ അങ്ങനെ പോയിരിക്കണമെന്നാണ് ഓൻ്റെ അഭിപ്രായത്തിലുണ്ടാവുക. നമ്മളെ വിചാരം ഈ പന്തലിൻ്റെ ഒട്ടുക്കൊന്നും വരാതെ ആ ചെങ്ങായി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടക്കുന്നു, ഓനാണ് പിരാന്ത് എന്നാണ്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സംഗതിയാണ് പിരാന്ത് എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം, ആരാണ് ബുദ്ധിയുള്ളവൻ, ആരാണ് ബുദ്ധിയില്ലാത്തവൻ, ആരാണ് ഭ്രാന്തൻ, ആരാണ് ഭ്രാന്തില്ലാത്തവൻ. ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്തിയാൽ അവർക്ക് വളരെ വലിയ ബുദ്ധിശക്തി ഉണ്ട് എന്ന് കാണാൻ പറ്റും. ശരിയായ നിലയിൽ വിലയിരുത്തണം എന്ന് മാത്രം. ഒരു പ്രാവശ്യം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രാവശ്യം തെക്ക് ഭാഗത്തു നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കടകളായതുകൊണ്ട് അകത്തുണ്ടാക്കിയിട്ട് പുറത്ത് നിന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഒരു പിരാന്തം വന്നിട്ട് ഇങ്ങനെ ക്യാഷിലിരിക്കണ മുതലാളിനെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ മുതലാളിക്ക് മനസ്സിലായി ഇയാൾക്ക് ഭക്ഷണത്തിനാണ് ഇപ്പോൾ ഈ നോട്ടം.
അയാൾ അകത്ത് പോയിട്ട് ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുത്തു. ഭ്രാന്തൻ അത് കൊണ്ടുപോയി ഒരു മതിലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അത് മുഴുവനായും കഴിച്ചു. ഒന്നും ബാക്കിയില്ലാതെ കഴിച്ചു. എന്നിട്ട് പിന്നെ ആ പ്ലേറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ആ പ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വീക്ഷിച്ചു, എവിടേക്കാ പോയി ഇയാൾ ഈ പ്ലേറ്റ് ആയിട്ട്. എനിക്ക് പിരാന്തന്മാരെ നോക്കണ പണിയുണ്ടല്ലോ, അതുകൊണ്ടല്ല ഇപ്പോൾ ഇവിടെ നിൽക്കണേ. അതുകൊണ്ട് ഇങ്ങനെ മൂപ്പര് തേറ്റ് എവിടേക്കാ പോണതെന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്ത് വലിയൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഈ പാത്രം ഇട്ടു. ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴിച്ചു പോയ പാത്രം അലക്ഷ്യമായി അങ്ങിങ്ങ് റോഡ് സൈഡിൽ കിടക്കുമ്പോൾ, ബുദ്ധിയില്ല എന്ന് നമ്മൾ പറയുന്നവൻ കഴിച്ച പാത്രം വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടു. ആർക്കാ ബുദ്ധിയുള്ളത്, ആർക്കാ ബുദ്ധി ഇല്ലാത്തത്? ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസമാണ്, ബുദ്ധി ഇല്ല എന്ന് പറയാൻ അതിലേറെ വലിയ പ്രയാസമാണ്. ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ ഭയങ്കര പ്രയാസീകരം. ചില ആൾക്കാരെ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ ബുദ്ധി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പല നിലക്കുണ്ട്. ചില ആളുകൾക്ക് ഒരു സമയത്തും ബുദ്ധിയില്ല, അങ്ങനത്തോരുണ്ടാവും. ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ബുദ്ധിയില്ല, മറ്റു ചില വിഷയത്തിൽ ബുദ്ധിയുണ്ട്, അങ്ങനത്തോരുണ്ടാവും. വേറെ ചില ആൾക്കാർ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ബുദ്ധിയില്ല, അതേ വിഷയത്തിൽ തന്നെ ചിലപ്പോൾ ബുദ്ധിയുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ബുദ്ധിയില്ലായ്യാണ്, ഇതൊക്കെ ബുദ്ധിയുള്ള അവസ്ഥയാണ്. അപ്പോൾ ആരാണ് ബുദ്ധിയുള്ളത്, ആരാണ് ബുദ്ധിയില്ലാത്തത് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖം അനുഭവിക്കുന്ന രണ്ട് കൂട്ടക്കാരാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്, രണ്ട് പിരാന്തന്മാരാണ്. തട്ടിമുട്ടി ജീവിച്ചു പോവാനാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടിങ്ങാണ്ട് മരിക്കോളം, എന്താ എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ച് കുട്ടികളോട് ചോദിച്ചാൽ പറയും മരിക്കോളം ജീവിക്കണം എന്നാണ്. മരിക്കോളം ജീവിക്കണമെന്നാണെങ്കിൽ പൂച്ചൻ്റെ ബുദ്ധി മതിയാവും, പൂച്ചയും മരിക്കോളം ജീവിക്കേണ്ടത്. ഉറുമ്പിൻ്റെ ബുദ്ധി മതിയാവും, ഉറുമ്പും മരിക്കോളം ജീവിക്കേണ്ടത്. രാജാവിൻ്റെ പ്ലേറ്റിൽ ഡൈനിങ് ടേബിളിൽ കയറിയിട്ട് രാജാവ് കഴിക്കുന്നതിന് മുമ്പ് ഉറുമ്പ് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു ഉറുമ്പിനെയും വെടിവെക്കാൻ ഓർഡർ ഇട്ടതായി നമ്മൾ കേട്ടിട്ടില്ല. ഉറുമ്പിന് അത് ജായിസാണ്, മനുഷ്യന് ജായിസല്ല. രാജാവിൻ്റെ ഭക്ഷണം കഴിക്കാൻ ഉറുമ്പായാൽ മതി, മനുഷ്യനാവണ്ടെന്നർത്ഥം. ഇത്രയും ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്ന് രണ്ട് വിഭാഗത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ജിന്ന് വിഭാഗത്തോടും രണ്ട് ഇൻസ് വിഭാഗത്തോടാണ്. മലക്കുകളോട് അള്ളാഹു തആല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്നെ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. മലക്കുകൾ ജന്മനാ മൂമിനീങ്ങളാണ്, അവർ ഈമാനിയത്തിൽ തുടരും, അവർ ഈമാനായിട്ട് മൂമിനായിട്ട് തന്നെ വഫാത്താവുകയും ചെയ്യും. മരത്തോട് പറഞ്ഞിട്ടില്ലല്ലോ, മൂരിക്കുട്ടിനോട് പറഞ്ഞിട്ടില്ല മൂരിക്കുട്ടിയെ ഇന്നെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കണമെന്ന്. എല്ലാ മൂരിക്കുട്ടികളും ജന്മനാ മൂമിനീങ്ങളാണ്, എല്ലാ മരങ്ങളും ജന്മനാ മൂമിനീങ്ങളാണ്. വന്നജുമു വശജറു യസ്ജുദാൻ വസ്സമാ റഫഅഹാ വവളഅൽ മീസാൻ. എല്ലാ മൂമിന. രണ്ട് വിഭാഗത്തോട് മാത്രമാണ് ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജിന്ന് വർഗമാണ്, രണ്ടാമത്തേത് ഇൻസ് വർഗമാണ്. അതുകൊണ്ട് മനുഷ്യന് അള്ളാഹു തആല നൽകിയിട്ടുള്ള ബുദ്ധിയും മൃഗങ്ങൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ള ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അവൻ്റെ ആത്മാവുമായി കണക്ഷനുള്ളതാണ്. മറ്റു ജീവികൾക്ക് നൽകിയിട്ടുള്ള ബുദ്ധി അവരുടെ ജീവനുമായി കണക്ഷനുള്ളതാണ്. ഇപ്പോൾ ആടുംകുട്ടിക്ക് ബുദ്ധിയുണ്ട്. ആടുംകുട്ടിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാരെ കാണുമ്പോൾ മണ്ടണത്. ബുദ്ധിയുണ്ട്, പക്ഷെ ആടിൻ്റെ ബുദ്ധി ജീവനുമായിട്ടാണ് കണക്ഷൻ. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി ആടുംകുട്ടിയുടെ ബുദ്ധിയല്ല, അത് റൂഹുമായി ആത്മാവുമായാണ് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബുദ്ധി തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളെ ഈ സദസ്സുക്ക് ഒരു കുതിര വന്നു. ഒരു കുതിര ഇങ്ങനെ വന്നോ, വയൽക്ക് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ ചാടിക്കളിച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വന്നതിപ്പോൾ ഒരു കുതിരയാണ് എന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുതിരയും കൂടി വന്നാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ വന്നത് രണ്ട് കുതിരയാണ് എന്ന് മനസ്സിലാവും. ദേശം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കുതിരയും കൂടി വന്നു, അപ്പോൾ വന്നത് മൂന്ന് കുതിരയെന്ന് മനസ്സിലാവും. പക്ഷെ കുതിരക്ക് മനസ്സിലാവില്ല മൂന്നെണ്ണം ഉണ്ടെന്ന്. കുതിരക്ക് മൂന്ന് കുതിരയും ഇപ്പോൾ ഈ വന്നതെന്ന് മനസ്സിലാവാൻ പോണില്ല, മനുഷ്യനെ മനസ്സിലാവുള്ളൂ. മനുഷ്യൻ്റെ ബുദ്ധിയും കുതിരയുടെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമാണ്. കുതിരക്ക് ബുദ്ധിയുണ്ട്, അതതിൻ്റെ ജീവനുമായി കണക്റ്റാണ്. അത്യാവശ്യം ജീവിച്ചു പോകാൻ ആവശ്യമായ
വിവേകം ആണ് അവർക്കുള്ളത്, അത് അവരുടെ ജീവനുമായി കണക്ഷനാണ്. എന്നാൽ മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അതല്ല. മലക്കുകളുടെ ബുദ്ധിയും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മലക്കിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിവരം എന്ന് പറഞ്ഞാൽ, ഏതാണോ പഠിപ്പിച്ചത് അത് മാത്രമാണ്. മനുഷ്യന് പഠിക്കാൻ ആവശ്യമായ വിവരമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു മലക്കിന് അല്ലാഹു തആല പഠിച്ചപ്പോ സുജൂദിൽ കിടക്കാനാണ് പഠിപ്പിച്ചത്, സുജൂദ് ചെയ്യാനാണ് പഠിപ്പിച്ചതെങ്കിൽ ഖിയാമത്ത് നാൾ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നത് വരെ ആ മലക്ക് സുജൂദ് തന്നെ ഇക്കാരം. അർശിനെ ചുമക്കാനാണ് ഒരു മലക്കിനെ അല്ലാഹു തആല പഠിപ്പിച്ചതെങ്കിൽ ഖിയാമത്ത് നാൾ വരെയും ആ മലക്ക് അർശ് ഇങ്ങനെ ഏറ്റി നിൽക്കുക തന്നെയാണ്, വേറെ ഒന്നും ഉണ്ടാവില്ല. മനുഷ്യന്റെ ബുദ്ധി അതല്ല. മനുഷ്യൻ അല്ലാഹു തആല പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയെ നൽകിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ മലക്കുകളുടെയും മേലെ പോകാൻ കഴിവുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണ് മിഅ്റാജ്. മിഅ്റാജിൽ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോകാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം അനുസരിച്ച് 4 ഖലീഫമാരുടെ സ്ഥാനം മലക്കുകൾക്കും മേലെയാണ് എന്നാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസമാണ് ഈ മാസം. ഈമാനിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കുന്ന മറ്റാരുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച 22 അറബി മാസം 22-നാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം. ഈമാനിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടെ ആർക്കും എത്തുന്നില്ല. ഈമാനിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട്. ഈമാന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം നിലകൊള്ളുന്നത് ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ ഷിഖിലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് ഷഹാദത്ത് കലിമ. ഇതിൽ ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം നിലകൊള്ളുന്നത് 2ാം ഷിഖായ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലാണ്. ഒരാള് ഈമാന്റെ കമാലിയത്തിലേക്ക് പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യമുള്ളതിനനുസരിച്ചാണ്. ഈമാൻ നുക്സാനിയത്തിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യം കുറയുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഈമാനിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, ബേസുകളുണ്ട്. ആ ബേസുകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാവിന് ഭക്ഷണം നൽകാൻ നമുക്ക് സാധ്യമാവണം. ശരീരത്തെ പ്രശ്നമല്ലാതെ കാണാൻ വേണ്ടി പറ്റണം. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ഒരു വാഹനവും ആ വാഹനത്തിലെ യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു വാഹനം, ആ വാഹനത്തിൻ്റെ മേലെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ആരോട് ചോദിച്ചാലും, 3ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, കുട്ടിയെ മോനെ വാഹനത്തിനാണോ യാത്രക്കാരനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും അത് വാഹനത്തിൻ്റെ മേലെ യാത്ര ചെയ്യണ യാത്രക്കാരൻ തന്നെയാണ് പ്രാധാന്യം എന്ന് പറയും. ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് പോയിരുന്നു, അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് പോയിരുന്നു, അവിടെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ചോദിക്കും ആ വണ്ടിയും ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ഓൻ എന്തേലും പറ്റിയോ എന്ന് ചോദിക്കും. വണ്ടിക്ക് പറ്റണതിനേക്കാൾ പ്രധാനമാണ് അയിമത്തെ ചെങ്ങായിക്ക് എന്തേലും പറ്റലേ എന്ന്. ഒരു വാഹന അപകടത്തിൽപ്പെട്ടാൽ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എങ്കിൽ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം വാഹനവും യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി എന്നും നേരം വെളുത്താൽ കഴുകും, വൈകുന്നേരം ഒന്ന് തുടക്കും ചെയ്യും. അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ കുളിക്കലില്ല എന്നുള്ളതാണ് പ്രശ്നം. വണ്ടി എന്നും കഴുകും, എണ്ണൊക്കെ തേച്ച് പോളിഷ് ചെയ്ത് ഉഷാറായിട്ട്. പണ്ടൊരു തമാശ പറയലുണ്ട്, പണ്ടൊരു അണ്ണാച്ചി കുളിച്ചപ്പോൾ ബനിയൻ കിട്ടി എന്ന് പറയലുണ്ട്. കുറേ കുളിച്ച് അടിയൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബനിയൻ. ഇതേമാതിരിയാണ് വണ്ടി എന്നും കഴുകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ ചെങ്ങായിനെ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. അപ്പോൾ ശരീരവും ആത്മാവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ 3 എണ്ണമാണ്. 1 ഉറക്കവും വിശ്രമവുമാണ്, 2 വെള്ളവും ഭക്ഷണവുമാണ്, 3ാമത്തേത് സുഖാസ്വാദനങ്ങളാണ്. ശ്രദ്ധിക്കണേ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ 3 എണ്ണമാണ്. 1 ഉറക്കവും വിശ്രമവും ശരീരത്തിന് ആവശ്യമാണ്. ഉറങ്ങിയില്ല എന്ന് എഴുതിയിട്ട് ആത്മാവിനൊന്നും സംഭവിക്കൂല, ശരീരത്തിനാണ് ക്ഷീണം വരുന്നത്. 1 ഉറക്കവും വിശ്രമവുമാണ്.
2 ഭക്ഷണവും വെള്ളവും ശരീരത്തിനാണ് ആവശ്യമുള്ളത്. 3 സുഖാസ്വാദനങ്ങൾ. സുഖാസ്വാദനം എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, ഇതൊക്കെയാണ് സുഖാസ്വാദനങ്ങൾ എന്ന് പറയുന്നത്. ഇത് 3 ആവശ്യമുള്ളത് ശരീരത്തിനാണ്. എന്നാൽ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ 2 എണ്ണമാണ്. 1 ഇലാഹിയായ സാന്നിധ്യമാണ്, 2 ഇൽമാണ്. ഇൽമ് ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് അത് ആവശ്യമുണ്ടായതിൻ്റെ കാരണം. അപ്പോൾ തത്വത്തിൽ 1 1 ഇലാഹിയായ സാന്നിധ്യമാണ്, 2 വിവരമാണ്. വിവരം ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് ആവശ്യമുണ്ടായത്. അപ്പോൾ തത്വത്തിൽ 1 ഇലാഹിയായ സാന്നിധ്യത്തെയാണ് ആത്മാവിന് ആവശ്യമുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് മുഅ്മിനിന്റെ കുട്ടി ആദ്യമായി കരയുന്നത് ഇലാഹിയായ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്ന ഉമ്മ ഓടി വന്ന് പാടിത്തരുന്ന പാട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനോഹരമായ പാട്ടാകുന്നു. മുഅ്മിനായ മനുഷ്യൻ അടിസ്ഥാനപരമായി കരയുന്നത് തൗഹീദിന് വേണ്ടിയാണ് എന്നാണ്. അത് മുഅ്മിനിനേക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വാസ്തവത്തിൽ ഭൂമിയിൽ ജനിച്ചു വരുന്ന എല്ലാ കുട്ടികളും അടിസ്ഥാനപരമായി കരയുന്നത് തൗഹീദിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ്. ഉമർ ഖയ്യാം ഒരിക്കൽ മുളയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മുള എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മുളയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അടിസ്ഥാന മുളയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കീറിയെടുത്ത് അതിൻ്റെ അടിസ്ഥാന തണ്ടിൽ വെച്ച് ഉരച്ചാൽ ഒരു ശബ്ദമുണ്ടാവും. ആ ശബ്ദം 2 എണ്ണമായതിൽ നിന്ന് 1ലേക്ക് പോവാൻ കാണിക്കുന്ന ശബ്ദമാണ്. അത് തൗഹീദിന്റെ ശബ്ദമാണ് എന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സമാ. സ്വർഗത്തിൽ പാട്ടുണ്ട് നബിയെ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ റസൂലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഫിൽ ജന്നതി സമാ. അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് സഹാബാ. അപ്പോൾ ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാഹു തആല പാട്ടുപാടാൻ വേണ്ടി നിയോഗിച്ച ഒരു കാറ്റുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അല്ലാഹു ആ കാറ്റിനെ വിളിക്കുന്നതാണ്. കാറ്റിനോട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ സ്വർഗത്തിൽ നിറയെ മുളകൾ തിങ്ങി നിൽക്കുന്ന ഖസബ് എന്ന പേരായ ഒരു കാടുണ്ട്. ഈ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കി തീർക്കുന്നതും അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമാനം ഇങ്ങനെ ഇളകി മറിയുന്നതുമാണ്. ഞാൻ നിർത്താൻ പോവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? സാധാരണ എല്ലാവരും നിർത്താനാണ് എഴുത്ത് തരല്. എന്തായാലും ആവട്ടെ. അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ പാട്ടുണ്ട്. അതിങ്ങനെ ഒരു മുളം കാടാണ്, അതിലേക്ക് ഒരു കാറ്റ് കടന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞു. മുളയുടെ പാട്ട് ഉമർ ഖയ്യാം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്, 2ൽ നിന്ന് 1ലേക്ക് ചേരാനുള്ള താല്പര്യമാണ് അതിലുള്ളത്. തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാകുന്നു മുള നടത്തുന്നത് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ് എന്നാണ്. ദുനിയാവിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ്. അപ്പോൾ വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ആത്മാവിൻ്റെ ആഗ്രഹം അള്ളാഹുവിനോടുള്ള സാമീപ്യവും ഇൽമുമാണ്. അത് 2ഉം കിട്ടിയെങ്കിൽ മാത്രമേ ആത്മാവ് അടങ്ങി നിൽക്കുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹ് എന്നോർക്കൽ കൊണ്ട് ഹൃദയം അടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും മുബ്തദികൾ തള്ളിപ്പറഞ്ഞു. എന്നാൽ മുബ്തദികളുടെ നേതാവായ ഇബ്നു തൈമിയ്യ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞ ഒരു ഹദീസിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറയുകയുണ്ടായി. ആ ഹദീസ് ഇതാണ്, ഇദാ സക്കറല്ലാഹ ഖലസ എന്ന ഹദീസാണ്.
ഇദാ ദക്കറല്ലാഹ ഖലസ, ഒരാൾ അള്ളാഹുവിനെ ഓർത്താൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസാണ്. ഇദാ ദക്കറ അല്ലാഹ്, ഒരാൾക്ക് അള്ളാഹ് എന്ന് ഓർമ്മ വന്നാൽ ഖലസ, അവൻ കൈച്ചിലായി, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഹദീസാണ്. ഇഹ്യയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഇബ്നു തൈമിയ സപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു മനുഷ്യന് അള്ളാഹ് എന്ന് ഓർമ്മ വരുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല രക്ഷപ്പെട്ട സംശുദ്ധനായ മനുഷ്യനായി മാറുന്നത് എന്നാണ്. അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ചുമരുമ്മ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല പെണ്ണുങ്ങളെ ഫോട്ടോ ഒക്കെ ഉള്ള സിനിമ പോസ്റ്റർ. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ തോന്നും. പക്ഷെ വാപ്പ ഒപ്പം ഉണ്ടെങ്കിൽ നോക്കാൻ തോന്നൂല, വാപ്പ കൂടെ ഉണ്ടെങ്കിൽ നോക്കാൻ തോന്നൂല. അപ്പം ഇങ്ങനെ നോക്കാത്ത മാതിരി നിൽക്കും. ഭാര്യ കൂടെ ഉണ്ടെങ്കിലും കഴിയൂല നോക്കാൻ. പക്ഷേ വാപ്പ പെരയിലായിട്ടൊരു കാര്യമില്ല. നല്ല സ്ട്രോങ് ഉള്ള വാപ്പയാണ്, പക്ഷെ മൂപ്പര് പെരയിലുള്ളത്. മൂപ്പര് ഒപ്പം ഇല്ലെങ്കിലും നോക്കും. ഭാര്യ അങ്ങനെ തന്നെയാണ്. മൂപ്പര നല്ലോണം സംശയത്തോടു കൂടെ നോക്കുന്ന ആളാണ്, പക്ഷെ ഭാര്യ വീട്ടിലാണെങ്കിൽ നോക്കും. അള്ളാഹു പെരയിലായിട്ട് കാര്യമില്ല. അള്ളാഹു കൂടെയുണ്ടെങ്കിലേ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. മഅയ്യത്തിന്റെ ബോധം എന്നാണ് അതിന് പറയാ. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം. ഔസുല്ലാദം പഠിപ്പിച്ച അദ്കാറുകളുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അള്ളൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അല്ലാഹു നാദിരി, അള്ളന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു ഷാഹിദി, അള്ളന്നെ കാണുന്നുണ്ട്. അല്ലാഹു മഈ, അള്ളൻ്റെ ഒപ്പമുണ്ട്. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം നഷ്ടപ്പെടലാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തെറ്റ്. അതിനെ സൂഫിയാക്കൾ ഗഫലത്ത് എന്നാണ് പറയാം, അശ്രദ്ധ എന്നാണ് പറയാം. സൂഫി ഇസ്തിലാ അനുസരിച്ച് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ പേന മറന്നുവെച്ചു, കണ്ണട മറന്നുവെച്ചു എന്നല്ല. സൂഫി ഇസ്തിലാഹിൽ ഗഫലത്ത്, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം ഒരാൾക്ക് നഷ്ടപ്പെടുന്നതിനാണ് ഗഫലത്ത് എന്ന് പറയുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ അടിസ്ഥാനപരമായ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാണ്. തെറ്റ് വന്നു പോകും അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയുണ്ടായാൽ. ഇനി വേറൊരു അശ്രദ്ധ കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ തെറ്റുകാരനാണ് എന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ രണ്ടാമത്തെ ഒരു കാര്യമാണ്. അത് ഇസ്തിഗ്ഫാറിന് തടസ്സം നിൽക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പിശാച് മാറി നിൽക്കണമെങ്കിൽ രണ്ടു കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ്. ശൈത്താൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിർബന്ധമായും രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കണം. രണ്ടാമത്തേത് ഉളൂ ദായിമാക്കിയിരിക്കണം. രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനിൽ നിന്ന് മാത്രമേ പിശാച് മാറി നിൽക്കുകയുള്ളൂ. സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ശൈത്താനിയായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അപസ്മാര രോഗമുള്ള ആളുകൾ, ശൈത്താനി പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ രണ്ട് കാര്യം ചെയ്താൽ അവൻ പിശാചിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്നും സലാമത്താവും. ഒന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലും, രണ്ട് ഒളു ദായിമാക്കലുമാണ്. ഒളു ദായിമാക്കാൻ വലിയൊരു പ്രയാസമൊന്നുമില്ല. 15 റുപ്യൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ 2 ഒളു ഉണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും. ദായിമാക്കണ ഒളു ആകുമ്പോൾ ആണെങ്കിൽ ഫർദ് മാത്രം എടുത്താലും മതി. വീട്ടിൽ നിന്നല്ലെങ്കിൽ മുഖം ഒരോട്ടം കഴുകി, കൈ ഒരോട്ടം കഴുകി, തല ഒന്ന് തടഞ്ഞു, കാലും കഴുകിയാൽ ഒളുള്ളവനായി. ദായിമായി ഒളു ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് പിശാച് ഒഴിഞ്ഞു നിൽക്കും. ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്നവൻ്റെ ശരീരത്തിൽ നിന്നും പിശാച് ഒഴിഞ്ഞു നിൽക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധയുള്ളവരാവുക. അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇസ്തിഗ്ഫാർ ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട കാരണങ്ങൾ എന്നിലുണ്ട് എന്ന് തോന്നണം, എന്നാലേ കഴിയുള്ളൂ. അപ്പം നമ്മളാരും കൊന്നിട്ടില്ല, നമ്മളാരും വ്യഭിചാരികളല്ല, നമ്മളാരും പലിശക്കാരല്ല, നമ്മളാരും സിഹിർ പണി നടത്തുന്നവരല്ല, നമ്മളാരും ആരെയും കൊന്നിട്ടില്ല, സബുൽ മുബിഖാത്തിൽപ്പെട്ട ഒരു ദോഷവും നമ്മളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. വാസ്തവത്തിൽ വ്യഭിചാരം മാത്രം എടുത്താൽ തന്നെ ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം. അൽ ഐനാനി സിനാഹുമ അന്നളുറു ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത്
നമ്മൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിൽക്കാൻ 4 പെൺകുട്ടികൾ ആവശ്യമുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്തു, DTP എടുത്തിട്ട് അവിടെ ഇവിടെ കൊട്ടിച്ചു വെച്ചു, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു, ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. 20 അപേക്ഷ വന്നു. 4 കുട്ടികളെയാണ് ആവശ്യമുള്ളത്, 20 അപേക്ഷ വന്നു. എന്നാൽ കുട്ടികളെ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് 8 എണ്ണം കറുത്തതുമാണ്, 4 എണ്ണം വെളുത്തതുമാണെങ്കിൽ വെളുത്ത 4 എണ്ണത്തിനെയാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും, പീടിയിൽ 4 ചെക്കന്മാർ കയറണമെങ്കിൽ ഇത് നിർത്തിയാലല്ലേ പറ്റുള്ളൂ. വാസ്തവത്തിൽ നേത്ര വ്യഭിചാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യലാണ്. അൽ ഐനാനി സിനാഹുമ അന്നദറു. എന്ത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് പലപ്പോഴും അശ്രദ്ധയുണ്ടാവുന്നുണ്ട്. അതാണ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം. അപ്പോൾ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് ഉളു ദായിമാക്കാൻ സൂക്ഷിക്കണം, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ സൂക്ഷിക്കണം. എന്നാൽ പിശാച് ഒരാളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. പിശാച് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യന് വരുന്ന ബോധമാണ് മഅയ്യത്തിൻ്റെ ബോധം, അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം. ആ ബോധത്തിൽ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ശരീരത്തേക്കാൾ പ്രധാനപ്പെട്ടത് ആത്മാവാണ്. ആത്മാവിന് 2 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന് ഇലാഹിയായ സാമീപ്യവും, 2 ഇൽമുമാകുന്നു. 2 നൽകാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ നമുക്ക് ശാന്തമായ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുകയും അവസാനം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാൻ സാധ്യമാവുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഈ